കാസർഗോഡുകാരെ കാണാൻ വളരെ സന്തോഷമുണ്ട്. ഇവിടെ കുറച്ച് കളിച്ച് നടന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ. നാലപ്പാട്ട് കുറച്ച് കളിച്ച് നടന്നിട്ടുള്ള അധികം കണ്ടായിട്ടില്ല. വെക്കേഷന് മാത്രമാണ്. ഞങ്ങൾ അന്നൊക്കെ കാൽക്കട്ടയിലാണ് അച്ഛന് ജോലി ഉണ്ടായിരുന്നത്. സോ അവിടെയായിരുന്നു കൂടുതൽ. അമ്മാവനെ പറ്റി പറയണത് നമ്മളിപ്പോൾ പുസ്തകത്തിനെ പറ്റിയല്ലേ പറയുന്നത്. ഇപ്പം എത്ര പേര് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. നാലപ്പാട്ട് അമ്മാമ്മൻ ഇരുന്ന പൂമുഖത്തിൻ്റെ പിന്നിലൊരു റൂമുണ്ടായിരുന്നു. ഒരു 20 അടി നീളവും 15 അടി വീതിയുള്ള ഒരു റൂം. അത് മുഴുവൻ പുസ്തകാലമാളുകളാണ്. വേറൊരു സാധനം ഉണ്ടായിരുന്നത് ഗംഗാ ജലം. ഒരു പൂജയിൽ എപ്പോഴോ പോയിട്ട് ആരാ വെച്ചതെന്നും കൂടി അറിയില്ല. ഈ 2 സാധനങ്ങളെ അവിടെ ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഉള്ള പുസ്തകങ്ങൾ അമ്മാവൻ്റെ ആൾമാറിയിലുണ്ടായിരുന്നു. അമ്മാവൻ പറഞ്ഞാൽ വളരെ സുന്ദരനായിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വലിയ പൊക്കൊന്നുമില്ല. പിന്നെ സ്വർണ്ണ കുടുക്കുള്ള ഇങ്ങനെ ആ കുടുക്ക് ഇങ്ങനെ ഇട്ടില്ലേ, 2 ഓട്ടം ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെയാണ് അമ്മാവൻ ഇട്ടിരുന്നത്. സ്വർണ്ണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ശരിക്കും സ്വർണ്ണം അല്ലാത്തത്. അത് പിന്നെ മനസ്സിലായി. അവിടെ സ്വർണ്ണമൊന്നും കാര്യമായിട്ടില്ല. ഗുരുവായൂരിൽ ഞങ്ങൾ ഗാന്ധിജി ഒരു വരലുണ്ടായി. ഞാനൊന്നും ജനിച്ചിട്ടില്ല ആ സമയത്ത് ഈ നാലപ്പാട്ടുകാരൊക്കെ അമ്മാമ്മനും സ്ത്രീകളും എല്ലാവരും ഗുരുവായൂരിൽ ഗാന്ധിജിയെ കാണാൻ പോയി. ഗാന്ധിജിയെ കാണാൻ പോയിട്ട് എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. അത് എല്ലാവരും കൂടി അവിടെ പോയി വഞ്ചിയിലൊക്കെ അങ്ങനെ പോകണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും അവിടെ പോയി ഗാന്ധിജിയെ കണ്ടു. എൻ്റെ മൂത്ത ഏട്ടൻ മോഹൻദാസ് ഡോക്ടറായിരുന്നു. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, 4 മക്കളുണ്ട്. ഏട്ടൻ എല്ലാവരും പോയി കേട്ടപ്പോൾ ഒന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സിലൊരു പ്രയാസം. അപ്പം ഇപ്പം ആരും ബുക്സ് വായിക്കില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു വീട്ടിൽ പോയാൽ അമ്മാവൻ്റെ മാതിരി ഉണ്ടായിട്ടുള്ള ഒരു പുസ്തക ശേഖരം എന്നുള്ളൊരു സാധനം വേറെ എവിടെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അമ്മാവൻ്റെ വെൽത്ത് അതായിരുന്നു. ഈ ഗാന്ധിജിയെ കാണാൻ പോയിട്ട് മൂത്ത മകനാണ് ഏട്ടൻ. അപ്പോൾ ഏട്ടന് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റോസാപ്പൂവ് ഈ മോഹൻദാസ് എന്നുള്ളത് എൻ്റെ ഏട്ടന് കൊടുത്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ജനിച്ചിട്ടില്ല ആ സമയമായപ്പോൾ. ആ പൂവ് വളരെ കാലത്തേക്ക് തെക്കിനിയിലൊരു കാൽപ്പെട്ടി ഉണ്ട്. കാൽപ്പെട്ടി എന്ന് നമ്മൾ പറയില്ലേ, ആ തെക്കിനിയിലെ കാൽപ്പെട്ടിയുടെ ഉള്ളിൽ ഉണങ്ങിയിട്ട് വളരെ കാലം കിടന്നിട്ട് ഞാൻ കണ്ടൊക്കെയാണ് നാലപ്പാട്ടിനെ പറ്റിയുള്ള ഓർമ്മ. പിന്നെ ഈ പുസ്തകങ്ങൾ എവിടെയും ഇപ്പോൾ കാണില്ല എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ചേച്ചി കമല വലിയ എഴുത്തുകാരിയായ ആളല്ലേ, ഒരു 14 വയസ്സായ സമയത്ത് വോൾട്ട് വിറ്റ്മൻ്റെ ബുക്കിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ചേച്ചിയുടെ കയ്യിൽ ആ ബുക്ക് വെച്ച് കൊടുത്തു. സമ്മർ വെക്കേഷന് മാത്രമേ എല്ലാവരും ഉണ്ടാവുള്ളൂ ഞാൻ. അപ്പം തന്നെ അമ്മാവൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുട്ടി എന്താണ് ആവുക എന്നുള്ളത്. അപ്പം തന്നെ അമ്മാവൻ, ഞാനിവിടെ ഈ കോൺവെൻറ്റിൽ പഠിച്ചില്ല, കുട്ടികൾ കോൺവെൻറ്റിൽ നടന്നു പോകണം 6 മൈലാണ്. ഈ അമ്പലത്തിലെ കുട്ടികളും ഞാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ നടന്ന് ഇവിടേക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കും. തിങ്കളാഴ്ച ഏർലി മോർണിംഗ് 6 മണിക്ക് എണീറ്റിട്ട് ഞങ്ങൾ തിരിച്ച് അങ്ങനെ നടക്കണം. ഒരു 9 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം അമ്മാവൻ അപ്പം തന്നെ മനസ്സിലായി ഈ കമലയെ പറ്റിയിട്ട്. ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ ഓർമ്മയിലുള്ളത്. പിന്നെ നാലപ്പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺവീടായിരുന്നു, അതും എനിക്ക് ഓർമ്മയുണ്ട്. ഈ 1957 ഞാൻ മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് എഴുതിയൊരു കത്ത്, അച്ഛൻ എന്ന് പറഞ്ഞാൽ വീരനായി, അപ്പോൾ എഴുതിയ കത്ത് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാലപ്പാട്ട് കഴിഞ്ഞ മൺസൂണിൽ നാലപ്പാട്ട് വീട് പടിഞ്ഞാറ്റി പൊളിഞ്ഞു വീണു. അത് ഇപ്പം നന്നാക്കാൻ ഞാൻ വിചാരിച്ചാൽ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് ചിലവ് വേണ്ടി വരും. എന്താ വെച്ചാൽ മൺവീടാണ്. ഈ തൂണുകൾ മാത്രമേ കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഒരു വീടാണ് നാലപ്പാട്ട് വീട്. അപ്പോൾ അതെനിക്കിപ്പോൾ അത് നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അച്ഛൻ എഴുതിയ കത്ത് എൻ്റെ കയ്യിൽ. അപ്പോൾ ഏത് വീട്ടിൽ പോയാലും ഇപ്പോൾ പുസ്തകങ്ങൾ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അമ്മാവൻ തിരഞ്ഞെടുത്ത് കൊടുക്കും, ഇന്ന ബുക്ക് വായിക്കുമോ. അപ്പോൾ ഈ പാവങ്ങളൊക്കെ ഉള്ള, പിന്നെ പാവങ്ങൾ പറയണതൊക്കെ എൻ്റെ മനസ്സിലുള്ളത് ഒരു ഗൗരോഷ് കുട്ടി എന്നൊരു കുട്ടിയുണ്ട്. അതൊരു പാട്ട് പാടുന്നത്, ഈ തോട്ട പറക്കുകയാണ് ചെയ്യുന്നത്. 18 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം അവൻ പാടുന്നത് ഞാനൊരു പക്ഷിക്കുഞ്ഞല്ലോ, അത് വോൾട്ടയർ തന്ന അപരാധം എന്നാണ് അവൻ പാടുന്നത്. ഞാനൊരു പക്ഷിക്കുഞ്ഞല്ലോ, പക്ഷിക്കുഞ്ഞായത് ഭക്ഷണം കിട്ടാഞ്ഞിട്ടായിരിക്കും, ബ്രെഡ് കൊടുക്കാനല്ലേ, ബ്രെഡ് കിട്ടാനില്ല, കേക്ക് കൊടുത്തോ കൊടുക്കുന്നല്ലേ പറഞ്ഞത് അവിടെ രാജാക്കന്മാരൊക്കെ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ തലയിൽ വരുന്നത്. ഇക്കാലത്ത് അതൊന്നുമില്ല, വായനയില്ല. വായന മറ്റേ മാതിരിയല്ലേ കുട്ടികൾ നമ്മൾ വായിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വായിക്കേണ്ടതെന്ന് എനിക്ക് സംശയമില്ല. പിന്നെ ഈ എൻ്റെ ഏട്ടനും ഈ അമ്പാഴത്തിലെ കുട്ടികളും മാരത്താണ്ടിലെ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് പാവങ്ങൾ അവർ സ്റ്റേജ് ചെയ്തു ആ കാലത്ത്. എൻ്റെ കയ്യിൽ എൻ്റെ പഴയ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. പാവങ്ങളിൽ എൻ്റെ ഏട്ടനാണ് ഇൻസ്പെക്ടർ ആവേർ. ഒരു കറുത്ത ഫോട്ടൊക്കെ ഇട്ടിട്ട് ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. കണ്ടാൽ തിരിച്ചാൽ അങ്ങനെ ചേച്ചി കൊസത്തായിരുന്നു എന്ന് സംശയം ഉണ്ടിരിക്കുന്നല്ലോ. കൊസത്താണോ? ആ, കൊസത്തായിരുന്നു. പിന്നെ കുറേ 2-3 ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് എൻ്റെ അകത്ത്, ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള നാലപ്പാടിനെ പറ്റിയുള്ള ഓർമ്മകളും. സ്നേഹം എത്ര കൊടുത്താലും മതിയാവാത്തൊരു വീടായിരുന്നു നാലപ്പാട്. കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്തിരുന്നൊരു വീടായിരുന്നു. സാധാരണ ഇപ്പോൾ നമ്മൾ അമ്മാവൻ്റെ ഇരിക്കുന്ന റൂമിൻ്റെ അപ്പുറത്തുള്ള മുറ്റത്ത് ഒരു തട്ടിയുണ്ട് ഇവിടെ, അങ്ങേപ്പുറത്തും അവിടെ മുറ്റാണ്. ആ മുറ്റത്ത് ഞങ്ങളൊക്കെ കളിക്കുന്നുണ്ടാവും. അപ്പം ഈ വലിയ വലിയ ആൾക്കാരൊക്കെ ഉറൂപ്പ്, മുണ്ടശ്ശേരി മാഷ്, ഇങ്ങനെ കുറേ ആൾക്കാരും വന്നിട്ട് അമ്മാവനായിട്ട് ഉറപ്പുറക്കെ ചിരിക്കും. വലിയൊരു ചിരിയാണ് അമ്മാവൻ. അവിടെ അതൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കളിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോരുത്തരായിട്ട് വിളിക്കും. ഇതായിട്ട് സുലുവാണ്, പാലടമാളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യും ആൾക്കാർക്ക്. ഇപ്പോൾ ഒന്ന് കുട്ടികളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഷുഡ് നോട്ട് ബി സീൻ, നോട്ട് ഈവൻ ഹേർഡ് ഓർ സീൻ ഓർ വാട്ട് എവർ. അങ്ങനെയുള്ള ഒരു സ്ഥിതിയായിരുന്നു. സോ വി വർ റെസ്പെക്റ്റഡ് എന്നത് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളും അവിടെ ആൾക്കാരാണ്, ആലപ്പാട്ടൊരു ആൾക്കാരാണ് ഞങ്ങൾ എന്നുള്ളത് അങ്ങനെ തോന്നിപ്പിക്കാൻ അമ്മാവന് കഴിയില്ല. വേറെ ഒന്നുമില്ല പറയാൻ. വളരെ സന്തോഷം നിങ്ങളിവിടെ വന്നിട്ട് നാലപ്പാട്ട് വന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഒരു കൊട്ടുകാരെ കണ്ട് കുറേ ഒരു സ്നേഹവാക്ക് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും.